ഭാവന സൂര്യ, ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിന്നാ വിളിക്കുന്നേ. എന്തു പറ്റി? സൂര്യ, ഭാനു ഒരു അബദ്ധം കാണിച്ചു സൂര്യ. ഇനി പേടിക്കാനൊന്നുമില്ല സൂര്യ. എന്നാലും അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഭാവന, പെട്ടെന്ന് എന്താ ഭാനുവിന് അങ്ങനെ തോന്നാൻ? അറിയില്ല സൂര്യ, അവൾക്ക് ബോധം വന്നാലേ ചോദിക്കാൻ പറ്റൂ. ഇപ്പോഴും അവള് മയക്കത്തില്ല. താൻ ഫോൺ വെക്ക്, ഞാനിപ്പോ വരാം. വേണ്ട, മെനക്കെട്ട് ഇവിടെ വരെ വരേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ ഞാനും അമ്മയും മായിച്ചിയും സേതുവേട്ടനും ഇവിടെയുണ്ട്. എല്ലാവരെയും കൂടി ഇവിടെ നിൽക്കാനും അവർ അനുവദിക്കില്ല സൂര്യ. സേതുവേട്ടനെ അമ്മയെല്ലാം വീട്ടിലേക്ക് പറഞ്ഞയക്കണം. ഇവിടെ ഞാൻ മാത്രം മതിയാവും. അങ്ങനെയാണെങ്കിൽ ഞാനും കൂടി വരാം. താൻ ഒറ്റയ്ക്ക് നിൽക്കണ്ട. വേണ്ട, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ സൂര്യ വിളിച്ചോളാം. ഞാൻ സൂര്യ വിളിച്ച് പറഞ്ഞേ ഉള്ളൂ. എന്നാ ശരി, എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാം. ശരി. എന്താടാ, എന്തു പറ്റി? ഭാനു ഒരു അബദ്ധം കാണിച്ച സർ. വെയിൻ കട്ട് ചെയ്ത് സൂയിസൈഡിന് ശ്രമിച്ചു. അതിനും വേണ്ടി എന്താ അവിടെ സംഭവിച്ചേ? അതിന് കാരണമുണ്ട് സർ. അച്ഛനത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. എന്താ നീ കാര്യം പറയേ? എന്തൊക്കെയാണ് കേൾക്കുന്നേ? അവനിപ്പോ പക്ക ഫ്രോഡാണല്ലേ? അതെ അച്ഛാ, അതുകൊണ്ട് ബുദ്ധിപൂർവ്വം വേണം ഈ കേസ് കൈകാര്യം ചെയ്യാൻ. അവസാനം എല്ലാം ഭാവനയുടെ തലയിലാണുള്ള. അവൾക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ അച്ഛാ. എന്തായാലും ഈ ഇപ്പം അമ്മയോട് പറയാൻ നിൽക്കണ്ട. പറഞ്ഞാൽ പിന്നെ അത് മതി അവൾക്ക് കളിയാക്കാനും പറഞ്ഞു നടക്കാനായിട്ട്. ഇല്ല അച്ഛാ, ഞാനായിട്ടൊന്നും പറയില്ല. സൂര്യ, അവനെ അങ്ങനെ വെറുതെ വിടരുത്. എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്തേ പറ്റും. അതെ അച്ഛാ, എന്തായാലും ഭാനു വീട്ടിലേക്ക് വരട്ടെ, എന്നിട്ട് എന്താ വേണ്ടെന്ന് ആലോചിക്കാം. എന്തായാലും കൊള്ളാം, നിങ്ങളുടെ നല്ല സമയാ. അല്ലാതെ ഞാൻ എന്താ പറയാ? സേതു, ഒന്ന് വല്യച്ഛനെ വിളിച്ച് വിവരം പറഞ്ഞേരേ. രാവിലെ പറയാം. ഈ രാത്രി ഇനി വല്യച്ഛനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. അതെ അമ്മേ, ഇവിടെ ഇപ്പൊ പേടിക്കാനൊന്നുമില്ലല്ലോ. ഭാനുവിന് ബോധം വീണില്ലേ? ഇപ്പോഴും എനിക്ക് ആ പേടി മാറിയിട്ടില്ല മായി. ദേഹം മുഴുവനും ഒരുതരം മരവിപ്പ് പോലെ തോന്നുന്നു. അമ്മ ഇനി വെറുതെ ടെൻഷനൊക്കെ അടിച്ച് BP കൂട്ടാൻ നിൽക്കണ്ട, സൂക്ഷിക്കണം. ഞാനിനി എന്ത് സൂക്ഷിക്കാനാടാ? എനിക്കെന്നും ഇങ്ങനെ കരയാനേ വിധിയുള്ളൂ. അല്ല, നീ ഇതോടെ പോയതാ? ഞാൻ സൂര്യോടൊന്ന് വിളിച്ചു പറയാൻ വേണ്ടി പോയതാ. ഈ രാത്രി ഇനി സൂര്യ വരണം? വരില്ല ഏട്ടാ, ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. ധൃതി പിടിച്ച് വരണ്ടാന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ, ഞാൻ ഭാമയോടും കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവള് വിഷമിക്കും. ഞാനിവിടെ നിന്നോളാം സേതുവേട്ടാ. സേതുവേട്ടനും മായേച്ചിയും അമ്മയും കൂടി വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ പോകുന്നില്ല. എന്റെ ഭാനുവിനെയും കൊണ്ടേ ഞാൻ വീട്ടിലോട്ട് പോകും. അമ്മേ, പോവില്ല. ഏട്ടാ ഒന്ന് പറ. ഭാവന, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. രാവിലെ തന്നെ വീട്ടിലേക്ക് പോകാം. ശരി ഡോക്ടർ. 2 ദിവസത്തേക്ക് ആരും ഒന്നും ചോദിക്കാനൊന്നും പോകണ്ട. ഞാനിപ്പോ ഭാനുവിനോട് സംസാരിച്ചു. എന്തോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരല്ലേ ഭാവന,
ഒന്നിന്റെയും മറുവശത്തെക്കുറിച്ച് ചിന്തിക്കില്ല. അവർക്കെല്ലാം പെട്ടെന്ന് നടക്കണം. ക്ഷമയോ ചിന്താശീലമോ തീരെ കാണില്ല. അതെ ഡോക്ടർ, ഡോക്ടർ പറഞ്ഞത് 100% ശരിയാ. അവർക്കൊന്നും നാളെക്കുറിച്ചുള്ള ചിന്തയേ ഇല്ല. അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഇന്ന് അവർക്കറിയില്ല. അനുഭവങ്ങളാണല്ലോ ഡോക്ടറെ പലരുടെയും ഗുരു. സ്വയം ചിന്തിക്കാനായില്ലെങ്കിൽ അനുഭവത്തിലൂടെ പഠിക്കും. അതെ ഭാവന, ഇനിയിപ്പൊ എല്ലാരും കൂടി ഇങ്ങനെ നിക്കണമെന്നില്ല, ഒരാൾ മതിയാവും. ശരി ഡോക്ടർ. ഓക്കെ. അമ്മേ, ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. അമ്മ ഇവരോടൊപ്പം ചെല്ല്, ഞാനിവിടെ നിന്നോളാം. ഇല്ല, എന്നെ നിർബന്ധിക്കണ്ട, ഞാൻ പോകത്തില്ല. അമ്മേ, ഉറക്കൊഴിഞ്ഞാൽ ശരിയാവത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നേ. ഇല്ല, സാരമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്നാ പിന്നെ സേതുവേട്ടനും മായേച്ചിയും വീട്ടിലേക്ക് പോയിക്കോ. ഞാനും അമ്മ ഇവിടെ ഇരുന്നോളാം. ഭരത്തിന് രാവിലെ പോകേണ്ടതായതുകൊണ്ടാ, അല്ലെങ്കിൽ അവനും ഇവിടുന്ന് പോയില്ലായിരുന്നു. ഞാൻ തന്നെ അവനെ നിർബന്ധിച്ച് പറഞ്ഞയച്ചത്. മായേ, ഭരത്തിന് രാവിലെ പോകുമ്പോ അവനുള്ള ആഹാരം കൊടുത്ത് വിടാവൂ. ശരി അമ്മ. ശരി, എന്നാ പിന്നെ നിങ്ങൾ ചെല്ല്. പൊക്കോ പൊക്കോ, പോയിട്ട് വിളിക്കണം കേട്ടോ. ആ എടി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി. ശരി. രണ്ടുപേർക്കും പോവാൻ മനസ്സില്ല അമ്മേ. ഭാനു എന്താ ചെയ്യുന്നതെന്നൊന്ന് പോയി നോക്കിയാലോ? ഞാൻ പോയി നോക്കാം അമ്മേ. അവളൊന്ന് റിലാക്സ് ആവട്ടെ. ഇപ്പൊ കുറ്റബോധം കൊണ്ട് കിടക്കുമായിരിക്കും. തൽക്കാലം ഉടനെ അങ്ങോട്ട് പോകണ്ട അമ്മേ. ഇനി രാവിലെ അവളോട് സംസാരിക്കാം. അമ്മേ, അമ്മ അപ്പുറത്ത് എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്ലെങ്കിൽ നാളെ തല ഉയർത്തി നിൽക്കാൻ പറ്റില്ല. സാരമില്ല. എന്നാലും എന്തുകൊണ്ടാവും അവൾ ഇങ്ങനൊരു ബുദ്ധിമോശം കാണിച്ചത്? അതാ ഭാമേച്ചി എനിക്ക് മനസ്സിലാവാത്തെ. ഇത്രയും ബോൾഡായിട്ട് സംസാരിച്ച ഭാനുവിന് പെട്ടെന്ന് ഇങ്ങനെ തോന്നണമെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കാണും. എന്തായാലും അപകടനില തരണം ചെയ്തല്ലോ. ഇനി എന്താ സംഭവിച്ചെന്ന് ഭാവനിച്ച് തന്നെ ചോദിച്ചറിഞ്ഞോളൂ. അപ്പോ ഭാനു അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോ വിഷമം തോന്നിക്കാണും. മനസ്സല്ലേ, ചിലപ്പോ വിചാരിച്ചിടത്ത് നിന്നൊന്നും വരില്ല. അങ്ങനെയാണെങ്കിൽ ഇനി അവളെ കൂടുതൽ ശ്രദ്ധിക്കണം. വിശ്വസിച്ച് എങ്ങനെയാ കോളേജിലേക്ക് വിടുക? ദേ, സേതുവിനും മായിച്ചും വരുന്നു. ഏട്ടാ, ഭാനു സംസാരിച്ചോ? ഇല്ല, പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. എല്ലാവരോടും അവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല, അതാ ഞങ്ങളിങ്ങ് പോകുന്നത്. എന്തിനാ അവൾ ഇങ്ങനെ ചെയ്തെന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങളും അതേക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് വന്നത്. മനസ്സിനെന്തോ തക്കതായ വിഷമം തോന്നിയിട്ടുണ്ടാവും, അല്ലാതെ ഇങ്ങനെ സംഭവിക്കത്തില്ലല്ലോ. ഇനിയിപ്പോ അവളെ കൂടുതൽ ശ്രദ്ധിക്കണമല്ലോ മായേച്ചി. നല്ലതുപോലെ നോർമൽ ആവാതെ കോളേജിലേക്ക് വിടാനും പറ്റില്ല. അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. വല്യച്ഛനെ വിളിച്ച് പറഞ്ഞു സേതുവേട്ടാ. രാത്രി വിളിച്ചിനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഭാവന തന്നെ പറഞ്ഞു. പിന്നെ ഇപ്പോൾ പേടിക്കാനൊന്നുമില്ലല്ലോ. രാവിലെ തന്നെ ഭാനുവിനെ കൊണ്ടുവന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. എപ്പോഴാണ് ഇങ്ങനെ ഓരോരുത്തരുടെ മനസ്സ് മാറുന്നെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ ഓരോ സംഭവങ്ങളും നടക്കുന്നത്. ഓരോ വീട്ടിലെ കളിയും ചിരിയും ഒക്കെ മാറാൻ എത്ര സമയം വേണമെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ ആര് ചിന്തിക്കുന്നു മായേച്ചി? സ്വന്തമായിട്ടൊരു അനുഭവം വരുമ്പോഴേ എല്ലാവരും ചിന്തിക്കുള്ളൂ. ഭർത്തേട്ടൻ അവിടെ വന്നിട്ട് എങ്ങോട്ട് പോയി സേതുട്ടാ? അവനോട് ഉണ്ടായിരുന്നു, അവനിങ്ങി വന്നോളൂ. നിങ്ങൾ പോയി കിടക്ക്, ഈശ്വരൻ അവളെ കാത്തോളൂ. ചെല്ല. മായേച്ചി ഒന്നും കഴിച്ചില്ലല്ലോ. ഇനി ഒന്നും കഴിച്ചാലും ഇറങ്ങത്തില്ല ഭാമേ, നിങ്ങൾ വാ.